പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ കലുഷിതമാകുന്നതിനിടെ ലെബനനിലെ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ നഈം ഖാസിമിന്റെ അനന്തരവനും പേഴ്സണൽ സെക്രട്ടറിയുമായ അലി യൂസഫ് ഹർഷിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇതിനിടെ താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുകയും ഗൾഫ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെ അമേരിക്ക കടുത്ത നിലപാടുമായി രംഗത്തെത്തി. കരാർ പാലിച്ചില്ലെങ്കിൽ ലോകം കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായ ആക്രമണം നടത്തുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച രാത്രി ബെയ്റൂട്ടിലെ തല്ലറ്റ് ഗയാത്ത് മേഖലയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അലി യൂസഫ് ഹർഷി കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഹസൻ നസറല്ല കൊല്ലപ്പെട്ടതിനു ശേഷം ഹിസ്ബുള്ളയുടെ തലവനായി ചുമതലയേറ്റ നഈം ഖാസിമിനെ തന്നെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഹർഷിയുടെ മരണവാർത്ത സംബന്ധിച്ച് ഹിസ്ബുള്ള ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷവും UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത് എന്നിവിടങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയ ട്രംപ് കരാർ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കുന്നതുവരെ അമേരിക്കൻ സൈന്യം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ തുടരുമെന്ന് വ്യക്തമാക്കി. തന്റെ സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച സന്ദേശത്തിൽ ട്രംപ് ഇങ്ങനെ കുറിച്ചു: യഥാർത്ഥ കരാർ പൂർണ്ണമായും നടപ്പിലാക്കുന്നതുവരെ ഇറാനിലും പരിസരത്തും എല്ലാ US കപ്പലുകളും വിമാനങ്ങളും സൈനികരും തുടരും. ഇതിനകം തകർക്കപ്പെട്ട ശത്രുവിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ ആവശ്യമായ ആയുധങ്ങളും മറ്റ് സജ്ജീകരണങ്ങളും സൈന്യത്തിന്റെ പക്കലുണ്ടാകും. ഏതെങ്കിലും കാരണവശാൽ കരാർ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായ ആക്രമണം ആരംഭിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി തുറന്നുകൊടുക്കുമെന്നും നേരത്തെ തന്നെ ധാരണയായതാണെന്ന് ട്രംപ് ഓർമ്മിപ്പിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ബുധനാഴ്ചയാണ് ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക എന്ന നിബന്ധനയിൽ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ പ്രത്യാക്രമണം നിർത്താമെന്ന് ഇറാനും അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിന്റെ നടപടികളും ഇറാന്റെ കരാർ ലംഘനങ്ങളും അമേരിക്കയുടെ കടുത്ത മുന്നറിയിപ്പുകളും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആഴം കൂട്ടുകയും വൻ ശക്തികളുടെ നേരിട്ടുള്ള ഇടപെടലുകളിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു.